അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ? അങ്ങനെ നമ്മൾ ഇന്ന് 7ാമത്തെ നോമ്പിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. 7ാമത്തെ നോമ്പിന് അത്താഴം കഴിക്കാൻ വേണ്ടി എണീച്ചിരിക്കുകയാണ്. സമയം 4:40 അപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊന്ന് കഴിക്കണം, എന്നിട്ട് നമുക്ക് നിസ്കരിക്കണം, വൈകിട്ട് നിസ്കരിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ 7ാം നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോകുന്നതോടെ നമ്മുടെ വീഡിയോയിലും വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളാകെ കഴിഞ്ഞ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. വെള്ളി പരിശുദ്ധ റമദാൻ തീരുന്നതിന് മുമ്പ് ഒരു 10K സബ്സ്ക്രൈബേഴ്സിന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുത്തിട്ട് മാക്സിമം നമ്മളതിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കോളും. ഫേസ്ബുക്ക് പേജിലൂടെ കാണുന്നുള്ള ചില പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ റമദാൻ 7 അല്ലേ. അപ്പോൾ മാഷാ അല്ലാഹ് റമദാൻ അങ്ങനെ ഓടിച്ചാടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അതുപോലെ നമ്മൾ ദിവസം ലൈവ് വരുന്നുണ്ട് 10 മണിക്ക്. അപ്പോൾ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമുക്ക് വീടിൻ്റെ വിശേഷത്തിലേക്ക് കടന്നായിരുന്നു നേരെ അങ്ങോട്ട് കിടക്കാം അല്ലേ. ഒപ്പം തുടങ്ങി. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ 7ാമത്തെ നോമ്പിൽ സമയം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നീച്ച് കടയിലേക്ക് ഒന്ന് പോകണം. ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞായിരുന്നു, അത്യാവശ്യമുള്ള കുറച്ച് 2-3 സാധനങ്ങൾ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് 7ാമത്തതിൻ്റെ പകുതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. പകുതിയല്ല, അതിൽ നിന്നും കടന്നിക്കണം. അപ്പം നമ്മൾ അങ്ങനെ ഷോപ്പിൽ പോയിട്ട് ഷോപ്പ് വിശേഷങ്ങളും പിന്നെ നോമ്പ് തുറക്കേണ്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് അങ്കലവാടി കാണിക്കാൻ. അങ്കലവാടിക്ക് ഇന്ന് അങ്കലവാടി ഇല്ല ഗൈസ്. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് അങ്കലവാടി ഇല്ല. അപ്പോൾ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരിക, ഷെയർ ചെയ്ത് തരിക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് വൈറലും എയറിലും ഒക്കെ ആക്കി തരണം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. അവസാനങ്ങളൊക്കെ വാങ്ങിയിട്ട് കടയിൽ നിന്ന് തിരിച്ചെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ്. അസ്തനസ്കാരത്തിന് ശേഷം ബാക്കി നോമ്പുറ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ കണ്ടോളിങ്ങൾ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലിട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞെന്താ അറിയോ, സപ്പോർട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നുറങ്ങി. വീഡിയോയിലേക്ക് നമ്മൾ എവിടെ പോകണം? എണ്ണക്കടി വാങ്ങാനും. മുന്നേ നടക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ എണ്ണക്കടിയിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കടയിൽ പോയിട്ട് അവിടെ എന്തൊക്കെയുള്ളത് നോക്കട്ടെ. അപ്പോൾ കുറച്ച് അതുകൊണ്ട് മേടിക്കാം അല്ല ഗൈസ്. പറയും എന്താണ് ആരുടെ വീടത്? നിൻ്റെ ഫ്രണ്ട് അളാപ്പാൻ്റെ മോന് അല്ലേ, മൂത്തന്മാരുടെ മോന് സൽമാൻ. അപ്പം ഗൈസ്, നമ്മൾ എണ്ണക്കടി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. ആ കാണുന്നിടത്താണ് കട. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, നെച്ചുണ്ട് മുമ്പിൽ. അപ്പോൾ അവിടെ എത്തിയിട്ട് ആക്കിയ വിശേഷം. അപ്പോൾ അങ്ങനെ കേസ് നമ്മളിങ്ങനെ എണ്ണക്കടീൻ്റെ കടയിലെത്തി. അവിടെ 3 ഐറ്റംസ് ഉള്ളത്. പരിപ്പുവടയുണ്ട്, മുട്ട ബജിയുണ്ട്, സമൂസ ഉണ്ട്. ഇന്ന് വെജ് സമൂസ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ വെജ് സമൂസയും കുറച്ച് മുട്ട ബജിയും പിന്നെ ബാക്കിയുള്ള പൈസക്ക് കുറച്ച് പൊക്കവട ഉണ്ടായിരുന്നു, അതും മേടിച്ചു. അപ്പോൾ ഇങ്ങനെ മേടിക്കാൻ ഒരു കണക്കിനില്ല. അപ്പം പിന്നെ മൂപ്പരത് പിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിടിക്കാനുള്ള സ്ട്രെങ്ത്ത് മൂപ്പർക്കില്ല. അത് കൂടുതൽ മൂപ്പർക്ക് പിടിക്കാൻ താങ്ങാൻ പറ്റണില്ല. പിന്നെ ഞാൻ തന്നെ വാങ്ങി തിരിച്ച് പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതങ്ങനെ നേരെ തിരിച്ചെത്തി. സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ. അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ നോമ്പ് തുറക്കാൻ പുറത്തുനിന്ന് വാങ്ങിയ കടികൾ ഇതാണ്. നമ്മൾ പോയി മേടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ മേടിച്ചു കൊടുക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ്. ഇപ്പോൾ ഇതുപോലെ നാരങ്ങ വെള്ളം, സ്കോഷ് കലക്കിയ നാരങ്ങ വെള്ളം, പിന്നെ ഇത് ഷെയ്ക്ക്, പിന്നെ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു ഇന്ന്. ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ബാങ്ക് കൊടുത്തു എന്നുള്ളതാണ് വേറെ പ്രധാനം. സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. ഞാനത് ക്യാമറ ഒക്കെ ഒന്ന് വെക്കുമ്പോഴത്തേനും അടിപൊളിയായിട്ട് ബാങ്കാണ് കൊടുത്തു. പിന്നെ നോമ്പ് തുറന്നിട്ട് കാണാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ ആദ്യം വെള്ളം കുടിക്കുക കേട്ടോ. ഇതപ്പോഴും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുള്ളൂ. ആദ്യം സ്വതോ വെള്ളമാണ് കുടിക്കുക, എന്നിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിക്കും, പിന്നെ എണ്ണക്കടി കഴിക്കും. പിന്നെ തറാവി നിസ്കാരം അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞതിന് ശേഷമാണ് കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ വെക്കും. ഇതൊക്കെ വെച്ച് സെറ്റായിട്ട് എടുത്ത് പോയപ്പോഴത്തേനും ബാങ്കാണ് കൊടുത്തു. പിന്നെ ടൈം ലാപ്സിൽ വെച്ച് കുറച്ചെടുത്തു.
പിന്നെ നോമ്പ് വന്നിരുന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നെബുണ്ട്, നെബിൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ മുത്തപ്പൻ്റെ മോനും ഏട്ടൻ്റെ മോനൊക്കെ തന്നെയാണ് അച്ചു അസ്ലം. അവൻ ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടാന്ന് വെച്ചാൽ വിളിക്കാൻ വരും. എന്നിട്ട് ഞങ്ങൾ നേരെ എന്താക്കി പള്ളിയിലേക്ക് ഓടിപ്പോയി. പള്ളിയിൽ നിന്ന് എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ആരുടെ അപ്പായി വന്ന് പറഞ്ഞിട്ട്. ആ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു എത്തി. അപ്പോൾ നമുക്കിന്ന് നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് മസാല ദോശ, സാമ്പാർ, ചട്നി, ഇതിൻ്റെ ഉള്ളിൽ ചമ്മന്തിയും വെച്ച് അടക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ഇന്ന് സ്പെഷ്യൽ നോമ്പ് തുറയാണ്, വെജിറ്റേറിയൻ നോമ്പ് തുറയാണ്. നോൺ വെജിറ്റൊന്നുമില്ല നമുക്ക്. റോസായി ചിക്കൻ ബീഫിൻ്റെ ഇരുന്നു. അപ്പോൾ ഇതാ നല്ല കട്ട ചട്നിയാണ് കേട്ടോ. പിന്നെ നല്ല സാമ്പാർ, മസാല ദോശ, നല്ല കിടക്കാണ്. എന്നെടുത്തിട്ട് വൃത്തി കഴിച്ചു. ചമ്മന്തി മസാലയൊക്കെ വെച്ചിട്ടുള്ള ദോശയാണ് ഗൈസ്. അതിന് കുറച്ച് ചട്നി ഇട്ട് വയ്ക്കുന്നുണ്ട്. അതിന് ഡിപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. കൂട്ടിന് കട്ടൻ ചായ. അപ്പോൾ അങ്ങനെ 7ാമത്തെ നോമ്പിൽ നമുക്ക് മസാല ദോശയും സാമ്പാറും ചട്നിയും ആണ്. രക്ഷയില്ല, അടിപൊളിയായിരിക്കും കേട്ടോ. ചമ്മന്തി ഇതാ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചമ്മന്തി സ്പെഷ്യലാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റെസിപ്പി ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് കഴിച്ച് തീർത്തിട്ട് അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ 7ാമത്തെ നോമ്പുമായി തീർന്ന് തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും 8ാമത്തെ നോമ്പിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. 8ാമത്തെ നോമ്പും വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരേക്കും നിങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നത് അശ്വം വ്ളോഗ്. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.